ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. ക്യാപ്റ്റൻസി നോമിനേഷൻസ് അവസാനിച്ചു കുറച്ചു നേരം മുമ്പ്. ഈ കഴിഞ്ഞ ആഴ്ച ഏറ്റവും മോശമായിട്ട് പെർഫോം ചെയ്തൊരു ടീമാണ് ടണൽ ടീം. പക്ഷെ അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റൻസിയിൽ വന്നിരിക്കുന്ന 2 മത്സരാർത്ഥികളും ടണൽ ടീമിൽ നിന്നുള്ളതാണ്. 3 പേരില് ശരണ്യ, നന്ദന. ഇവര് ടാസ്ക് അലമ്പാക്കി വെറുപ്പിച്ച ഒരു ടീമിലെ 2 പേരാണ്. ഏറ്റവും അധികം വെറുപ്പിച്ച 2 പേരാണെന്ന് തന്നെ പറയാം. ഇവരെ എന്തുകൊണ്ട് സെലക്ട് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നെക്സ്റ്റ് ടീമിലെ ശ്രീരേഖയെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് ക്യാപ്റ്റൻസിയിലേക്ക്. അത് പിന്നെയും ആക്സെപ്റ്റ് ചെയ്യുന്നു. കാരണം പുള്ളിക്കാരി കുറെ എന്തൊക്കെയോ ചെയ്ത് ചിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കുറെയൊക്കെ ചിരി വർക്കൗട്ട് ആക്കിയിട്ടുണ്ട്. മീശയും വരച്ച ക്യാരക്ടറായി നിന്ന് ഫുൾ ടൈം അങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എൻ ഈസി ജോബ്. അത് നമുക്കറിയാം. അത് അങ്ങനെ എന്താ പറയുക, ക്യാരക്ടറായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ് ശ്രീരേഖ ചെയ്തത്. ടാസ്കിൽ പൂർണ്ണമായിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അവിടെ ശ്രീരേഖ നല്ല രീതിയിൽ തന്നെ പണിയെടുത്തു. അത് നമ്മൾ അതിനെ തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് ശ്രീരേഖ ഓക്കെയാണ് നോമിനേഷനിൽ ക്യാപ്റ്റൻ ആവാൻ അർഹതയുണ്ട് എന്ന് പറയാം. പക്ഷെ എന്ത് കണ്ടിട്ടാണ് ശരണ്യയും നന്ദനയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കാനായിരിക്കും ആ ഉദ്ദേശശുദ്ധിയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷെ ഈ നോമിനേഷൻസിൽ ശ്രീരേഖ അല്ലാതെ വേറെ ആരും കളിക്കുന്നതായിട്ട് പോലും ഈ ആഴ്ച കണ്ടില്ല. പിന്നെ ഇതിനിടയ്ക്ക് സായി ഒരു മൈൻഡ് ഗെയിം കളിക്കുന്നുണ്ട് കേട്ടോ. മൈൻഡ് ഗെയിമിന്റെ വില കളയുന്ന ഒരു മൈൻഡ് ഗെയിം ആയി പോയി എന്നേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ഗെയിം ആണെന്നൊക്കെ നാട്ടുകാർ പറയും. മൈൻഡ് ഗെയിം എന്നുള്ളടത്ത് ബിഗ് ബോസിന്റെ അടുത്ത് പറയുന്നുണ്ട് എന്റെ കയ്യിലാണ് കല്ലുള്ളതെന്ന്. ഷോ കാണിക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പൊ ബിഗ് ബോസ് പറയുന്നു എന്തുവാടേ ഇത്, കല്ല് ആരുടെ കയ്യിലാണെന്ന് ഞാൻ ചോദിച്ചോ. ഇനിയിപ്പോ ആർക്ക് വേണമെങ്കിലും അത് സായിയുടെ കയ്യിൽ നിന്ന് കട്ടെടുക്കാൻ പറ്റുമല്ലോ എന്നിങ്ങനെ പറയുന്നു. അത് ബിഗ് ബോസിന്റെ കളിയാണ് അവിടുത്തെ. കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്നുള്ളൊരു കാര്യം ഉള്ളതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞാൽ കൂടി പോവും. സായിയെ വിഡ്ഡി എന്നൊക്കെ വിളിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ പറയുന്നില്ല ഞാനൊന്നും. സായിയുടെ അതിഗംഭീരമായ മൈൻഡ് ഗെയിം അതിൽ ഞാൻ ചുരുക്കുന്നു. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് പിന്നെ കാണാം.